ഇന്ന് ഞാൻ സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ സാധാരണയായി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഒത്തിരി പച്ചക്കറിയൊന്നും ഇല്ലാതെ ചേനയും കായും പിന്നെ കടലയൊക്കെ ഇട്ട ഒരു കൂട്ടുകറിയുടെ റെസിപ്പി. കണ്ടില്ലേ, ഞാൻ നല്ല 2 പച്ചക്ക പിന്നെ ഒരു 1/2 കിലോയുടെ അടുത്ത് ചേനയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കായുടെ തൊലി മൊത്തമായിട്ട് കളയണം. സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയിൽ പച്ചക്കായ്ക്ക് തൊലി കാണത്തില്ല കേട്ടോ. നല്ലപോലെ കളഞ്ഞിട്ട് ചേനേനെയും കാനേയും സ്ക്വയറായിട്ട് കണ്ടില്ലേ, ചെറുതാക്കി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സ്ക്വയറായിട്ട് അരിഞ്ഞ ചേനയും കായും ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ഗ്ലാസ് വെള്ളവും, അത്യാവശ്യം വേവുള്ളതുകൊണ്ട് 1 ഗ്ലാസ് നകയ്ക്ക് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഒഴിച്ചിട്ട് നമുക്കത് ഒന്ന് അടച്ച് വേവാൻ വെക്കാം. ചേന ആയതുകൊണ്ട് ഞാൻ ചേനയൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും ഇതിന് വേണ്ടുന്ന അരപ്പ് നമുക്കൊന്ന് മിക്സിയിലിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണേ. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം തേങ്ങയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നല്ല മഷി പോലെ അരച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചേനയും കായും ഒക്കെ ഒന്ന് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ തലേ ദിവസം കുതിർത്തിട്ട് കുക്കറിലിട്ട് 20 മിനിറ്റ് വേവിച്ച കടലയാണ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ കിടന്നൊന്ന് മിക്സായി വരട്ടെ. നല്ലപോലെ മിക്സായി ഒന്ന് യോജിച്ച് വരുമ്പോഴത്തേക്കും നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, എല്ലാം ഒന്ന് 2 മിനിറ്റ് അവിടെ കിടന്നൊന്ന് മിക്സായി വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ. വെള്ളമൊക്കെ ഒന്ന് പറ്റി എല്ലാം ഒന്ന് യോജിച്ച് വന്നപ്പോഴത്തേക്കും ഉപ്പുമൊക്കെ ഒന്ന് പിടിച്ചല്ലോ. ഇനി നമുക്കിതിലോട്ട് മഷി പോലെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പൊഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇനി അരപ്പ് ഒന്ന് തിളച്ച് വരട്ടെ. എല്ലാം ഒന്ന് തിളച്ച് കണ്ടില്ലേ, അത്യാവശ്യം ഒന്ന് യോജിച്ച് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ശർക്കരപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ ചെറിയ തീ കിടന്നൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോഴത്തേക്കും ഞാൻ കടുക് ഇട്ട് കൊടുത്ത് ഉണക്കമുളകും വേപ്പിലയും, എന്നിട്ട് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 3/4 തേങ്ങയോളം ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകും വരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ നിറച്ച് കുരുമുളകും കൂടി ഇട്ട് തേങ്ങയും കുരുമുളകും എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ആ വെന്ത ചേനയിലോട്ടും കായിലോട്ടും ആ വറുത്ത കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇട്ട് ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണേ, യോജിപ്പിച്ച് എടുക്കണം. കണ്ടില്ലേ, ഈ കൂട്ടുകറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആ ശർക്കരയും കുരുമുളക് പൊടിയും പിന്നെ ഈ പച്ച വെളിച്ചെണ്ണയും, ലാസ്റ്റ് ഒഴിക്കുന്ന ഈ പച്ച വെളിച്ചെണ്ണയാണ് കൂട്ടുകറിയുടെ മെയിൻ ടേസ്റ്റ് കേട്ടോ. ഈ ഓണത്തിന് എല്ലാവരും ഈ കൂട്ടുകറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.